ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ലേബൃന്തിയിൽ വന്ന ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് നമുക്ക് നോക്കാം. ആൻസർ എനി 8 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ആക്ടിവിറ്റി 1. ദ അയഡിൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് വിച്ച് ന്യൂട്രിയൻ ഇൻ ഫുഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആഹാര പദാർത്ഥങ്ങളിൽ ഏത് പോഷക ഘടകത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനാണ് അയഡിൻ ടെസ്റ്റ് നടത്തുന്നത്? ഏതാണ് മക്കളെ? കാർബോഹൈഡ്രേറ്റ് അല്ലേ, സ്റ്റാർച്ച്, അന്നജം. അടുത്തത് ലിസ്റ്റ് ദ കളർ ചേഞ്ച് ദാറ്റ് ഒക്കർ വെൻ അയഡിൻ സൊല്യൂഷൻ ഈസ് ആഡഡ് ടു ദ ഫോളോയിങ് ഫുഡ് ഐറ്റം. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ കൊടുത്ത ഭക്ഷ്യവസ്തുക്കളിൽ അയഡിൻ ലായനി ചേർത്താൽ ഉണ്ടാകുന്ന നിറം മാറ്റം പട്ടികപ്പെടുത്തുക. ആദ്യത്തത് ഫുഡ് ഐറ്റം, ഭക്ഷ്യവസ്തു. അടുത്തത് പോസിബിൾ കളർ ചേഞ്ച് വെൻ അയഡിൻ സൊല്യൂഷൻ ഈസ് ആഡഡ്. അയഡിൻ ലായനി ചേർത്താൽ ഉണ്ടാവുന്ന നിറം മാറ്റം. ആദ്യം നമുക്ക് പൊട്ടറ്റോനെ നോക്കാം. ഡാർക്ക് ബ്ലൂ കളർ. നെക്സ്റ്റ് റൈസ് വാട്ടർ, കഞ്ഞിവെള്ളം, ഡാർക്ക് ബ്ലൂ കളർ. അടുത്തത് കുക്കുംബർ, വെള്ളരി. ഏതാ വരുക? നോ കളർ ചേഞ്ച്. അടുത്തത് ടാപ്പിയോക്ക, മരച്ചീനി, ഡാർക്ക് ബ്ലൂ കളർ. അടുത്തത് മൈദ, ഡാർക്ക് ബ്ലൂ കളർ. ഷുഗർ, ഡാർക്ക് ബ്ലൂ കളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പോസിബിൾ ഇൻഫറൻസ് ക്യാൻ ബി റീച്ച് ഫ്രം ദിസ് എക്സ്പെരിമെന്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പരീക്ഷണത്തിലൂടെ എത്താവുന്ന നിഗമനം ഏത്? എന്തായിരിക്കും മക്കളെ? സ്റ്റാർച്ച് ഈസ് പ്രസന്റ് ഇൻ abundance in cereals and tubers. Vegetables like cucumber have low starch content. എന്താ പറഞ്ഞിരിക്കുന്നത്? ധാന്യങ്ങൾ അടങ്ങിയതിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും വലിയ അളവിൽ അന്നജം അടങ്ങിയിട്ടുണ്ട്. വെള്ളരി പോലുള്ള പച്ചക്കറികളിൽ അന്നജം കുറവാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ റിലേറ്റിംഗ് ടു ഡെഫിഷ്യൻസി ഡിസീസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അപര്യാപ്തത രോഗങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഫസ്റ്റ് വിറ്റമിൻ മിനറൽ, സെക്കൻഡ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസ്. ഫസ്റ്റ് വിറ്റമിൻ എന്റെ നോക്കാം. മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ഐ, സ്കിൻ, ഹെയർ. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയിലൂടെ ആരോഗ്യം. അടുത്തത് ഡെഫിഷ്യൻസി ഡിസീസ്. ഏതാ മക്കളെ വരുക? നൈറ്റ് ബ്ലൈൻഡ്നസ്. അടുത്തത് നോക്കിയേ. അടുത്തത് വിറ്റമിൻ്റെ അടുത്ത് ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ? അവിടെ എന്താ വരുക? വിറ്റമിൻ സി, സിഗ്നിഫിക്കൻസ് ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്, ഗം, ബ്ലഡ് വെസൽസ് ആൻഡ് ഫോറിൻ ഇമ്മ്യൂണിറ്റി. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. അടുത്തത് ഡെഫിഷ്യൻസി ഡിസീസ് സ്കർവി. അടുത്തത് വിറ്റമിൻ വരുന്നത് അയൺ ആണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഏതാ മക്കളെ വരുക? plays a significant role in the formation of hemoglobin in blood. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഡെഫിഷ്യൻസി ഡിസീസ് അനീമിയ. അടുത്തത് അയഡിൻ ഹെൽപ്പ് ഇൻ ദ ഫങ്ഷനിങ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഡെഫിഷ്യൻസി ഡിസീസ് ഗോയിറ്റർ. അടുത്തത് വിറ്റമിൻ ഡി, കാൽസ്യം, help in the formation of bones, teeth, etc. and also help in the clotting of blood. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തക്കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു. ഡെഫിഷ്യൻസി ഡിസീസ് ഓസ്റ്റിയോപോറോസിസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്. സമീകൃതാഹാരം എന്നാൽ എന്ത്? എന്താണ് മക്കളെ? In order to maintain health, we should follow a diet which includes protein, carbohydrate, fat, vitamins and minerals in appropriate quantity. Such a diet is called a balanced diet. എന്താ പറഞ്ഞിരിക്കുന്നത്? ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് സമീകൃതാഹാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ഓഫ് സനൂസ് വൺ ഡേ ഫുഡ് ചാർട്ട്. ഈസ് ഇറ്റ് ബാലൻസ്ഡ് ഡയറ്റ്? വൈ? എന്താ പറഞ്ഞിരിക്കുന്നത്? സാനുവിൻ്റെ ഒരു ദിവസത്തെ ഫുഡ് ചാർട്ട് പരിശോധിക്കുക. ഇത് സമീകൃതാഹാരമാണോ? എന്തുകൊണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ചട്നി. ലഞ്ച് ചിക്കൻ ബിരിയാണി. ഡിന്നർ പൊറോട്ട, ഫിഷ് കറി.
അപ്പോൾ നമുക്കത് നോക്കാം. ഇറ്റ്സ് നോട്ട് എ ബാലൻസ്ഡ് ഡയറ്റ്. Sanu will not get the necessary nutrients, vitamins, minerals, or carbohydrates from these food. Porota is made from maida, which is not healthy. Since maida lacks fiber, it can cause digestive problems. എന്താ പറഞ്ഞിരിക്കുന്നത്? സമീകൃതമല്ല. ഈ ആഹാരങ്ങളിൽ നിന്നും സാനുവിന് ആവശ്യമുള്ള പോഷക ഘടകങ്ങളായ വിറ്റാമിനുകൾ, ധാതുക്കൾ, കാർബോഹൈഡ്രേറ്റുകൾ ഇവയൊന്നും ലഭിക്കുന്നില്ല. മാത്രമല്ല, പൊറോട്ട മൈദ കൊണ്ടുണ്ടാക്കിയ ആഹാരമാണ്. അതിൽ ആരോഗ്യകരമായ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. മൈദയിൽ നാരുകൾ അടങ്ങിയിട്ടില്ലാത്തതിനാൽ അത് ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകും. ആഹാരത്തിലൂടെ ലഭിക്കേണ്ട പോഷകേതര ഘടകങ്ങളും ഈ ആഹാരത്തിൽ നിന്നും ലഭിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് എ മെയിൻ കോമ്പോണന്റ് അതർ ദാൻ ന്യൂട്രിയൻ ദാറ്റ് മസ്റ്റ് ബി ഒബ്റ്റെയിൻ ത്രൂ ഫുഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആഹാരത്തിലൂടെ ലഭിക്കേണ്ട പ്രധാന പോഷകേതര ഘടകത്തിൻ്റെ പേരെഴുതുക. ഏതാണ് മക്കളെ? ഫൈബേഴ്സ് അല്ലേ? നെക്സ്റ്റ് ആക്ടിവിറ്റി 4. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ മാഗ്നറ്റ് നമ്പർ 1, 2, 3 and 4. 1, 2, 3, 4 എന്നിങ്ങനെ നമ്പർ ഇട്ടിരിക്കുന്ന കാന്തങ്ങളുടെ പേരെഴുതുക. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഏതാണ്? ഓവൽ മാഗ്നറ്റ് അല്ലേ? ഓവൽ കാന്തം. അടുത്തത് യു മാഗ്നറ്റ്. അടുത്തത് ഡിസ് മാഗ്നറ്റ്. അടുത്തത് റിംഗ് മാഗ്നറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദർ അട്രാക്ഷൻ ടു മാഗ്നറ്റ്. എക്സ്പ്ലെയിൻ ദ ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ. അയൺ നെയിൽ, സ്റ്റീൽ ഗ്ലാസ്, പേപ്പർ, സേഫ്റ്റി പിൻ, പെൻ പിൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ പറയുന്ന വസ്തുക്കളെ കാന്തം ആകർഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി വർഗീകരിക്കുക. വർഗീകരിച്ചതിൻ്റെ മാനദണ്ഡം വിശദീകരിക്കുക. ഇരുമ്പാണി, സ്റ്റീൽ ഗ്ലാസ്, കടലാസ്, സേഫ്റ്റി പിൻ, പേന, മുട്ടുസൂചി. നമുക്കത് നോക്കാം. ആദ്യത്തത് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അയൺ, നെയിൽ, സേഫ്റ്റി പിൻ, പിൻ. അടുത്തത് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. സ്റ്റീൽ ഗ്ലാസ്, പേപ്പർ, പെൻ. The substances which attracted by magnets are magnetic substances, and those which does not attract by magnet are iron magnetic substances. എന്താ പറഞ്ഞിരിക്കുന്നത്? കാന്തം ആകർഷിക്കുന്നവ കാന്തീയ വസ്തുക്കൾ, കാന്തം ആകർഷിക്കാത്തവ അകാന്തിക വസ്തുക്കൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. What is the name given to the end of magnetic where the attractive force is strongest? കാന്തങ്ങളുടെ ആകർഷണ ശക്തി കൂടുതലുള്ള അഗ്രഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്ത്? എന്താണ് മക്കളെ? മാഗ്നറ്റിക് പോൾസ് അല്ലേ? കാന്തിക ധ്രുവങ്ങൾ. അടുത്തത് ലിസ്റ്റ് ദ ഒബ്സർവേഷൻ ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ അറേഞ്ചിങ് ദ മാഗ്നറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. താഴെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കാന്തങ്ങളെ ക്രമീകരിച്ചാൽ ലഭിക്കാവുന്ന നിരീക്ഷണം പട്ടികപ്പെടുത്തുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് അറേഞ്ച്മെന്റ്, പിന്നെ പോൾസ് കമ്മിങ് ക്ലോസർ, അടുത്ത് വരുന്ന ധ്രുവങ്ങൾ, അടുത്തത് ഒബ്സർവേഷൻ നിരീക്ഷണം. ആദ്യത്തെ പിക്ചർ നോക്കിയേ. എന്താ വരുക? NSSN അല്ലേ? പോൾസ് കമ്മിങ് ക്ലോസർ എങ്ങനെ വരുക? SS അല്ലേ? ഒബ്സർവേഷൻ റെപ്പൽസ് മൂവ് എപ്പാർട്ട്, വികർഷിച്ച് അകലുന്നു. അടുത്തത് SN പോൾസ് കമ്മിങ് ക്ലോസർ. SN അതെന്താ വരുക? അട്രാക്ട് കം ക്ലോസ്, ആകർഷിക്കുന്നു, അടുക്കുന്നു. അടുത്തത് NN എന്താ വരുക? റിപ്പൽസ് മൂവ് എപ്പാർട്ട്, വികർഷിക്കുന്നു, അകലുന്നു. അടുത്തത് NS അട്രാക്ട് കം ക്ലോസ്, ആകർഷിക്കുന്നു, അടുക്കുന്നു. നെക്സ്റ്റ് റൈറ്റ് 4 ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്. കാന്തങ്ങളുടെ പൊതു സവിശേഷതകൾ എഴുതുക. എന്തൊക്കെയാണ് മക്കളെ? എ മാഗ്നറ്റ് അട്രാക്ട് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നു. അടുത്തത് എ മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. അടുത്തത് ലൈക്ക് പോൾസ് റിപ്പൽസ്, അൺലൈക്ക് പോൾസ് അട്രാക്ട്. അടുത്തത് മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് മോർ അറ്റ് പോൾസ്. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദർ അറൌണ്ട് ഈച്ച് മാഗ്നറ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് എ മാഗ്നറ്റ് വെൻ ഇറ്റ്സ് ഹീറ്റഡ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ചൂടാക്കുമ്പോൾ ഒരു കാന്തത്തിൻ്റെ കാന്തശക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത്?
Magnetic force decreases, increase the magnetic force completely disappears, no change. കാന്തശക്തി കുറയുന്നു, കാന്തശക്തി കൂടുന്നു, കാന്തശക്തി പൂർണ്ണമായും ഇല്ലാതാകുന്നു, വ്യത്യാസപ്പെടുന്നില്ല. അപ്പോൾ ഏതാ മക്കളെ വരുക? മാഗ്നറ്റിക് ഫോഴ്സ് ഡിക്രീസസ് അല്ലേ, കാന്തശക്തി കുറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഷുഡ് ബാർ മാഗ്നറ്റ് ബി കെപ്റ്റ് ഫ്രം ലോസിങ് ദെയർ അട്രാക്റ്റീവ് ഫോഴ്സ്? ബാർ കാന്തങ്ങളുടെ ആകർഷണ ശക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് മക്കളെ? ബാർ മാഗ്നറ്റ് ആർ കെപ്റ്റ് ഇൻ പെയർസ് വിത്ത് ദെയർ unlike poles come close together. In between the magnet, a wooden or plastic block is placed to avoid direct contact. Stoppers made of magnetic substances, example iron plate, are kept at both ends sticking on to the poles. In case of U magnet, the non-magnetic substances, wooden or plastic block, is not necessary. Keep the stopper at poles only. എന്താ പറഞ്ഞിരിക്കുന്നത്? ബാർ കാന്തങ്ങൾ അവയുടെ വിജാതീയ ധ്രുവങ്ങൾ സമീപമായി വരുന്ന വിധം ജോഡികളായാണ് സൂക്ഷിക്കുക. രണ്ട് കാന്തങ്ങൾക്കുമിടയിൽ അകാന്തിക വസ്തു വയ്ക്കുന്നു. ധ്രുവങ്ങളുടെ ഭാഗത്ത് ഒട്ടി നിൽക്കുന്ന വിധത്തിൽ ഇരുമ്പ് പോലുള്ള കാന്തിക വസ്തു കൊണ്ടുണ്ടാക്കിയ സ്റ്റോപ്പറുകൾ വയ്ക്കുന്നു. യു കാന്തങ്ങളിൽ അകാന്തിക വസ്തു നിർബന്ധമില്ല. ധ്രുവങ്ങളിൽ തൊടുന്ന വിധം സ്റ്റോപ്പർ വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു മേക്ക് ആൻ ഇലക്ട്രോമാഗ്നറ്റ്? ഒരു വൈദ്യുത കാന്തം എങ്ങനെ നിർമ്മിക്കാം? എങ്ങനെ? മെറ്റീരിയൽ റിക്വയർഡ്, ആവശ്യമായ സാധനങ്ങൾ 9B ബാറ്ററി, കണക്ടർ, പിൻസ്, ഇൻസുലേറ്റഡ് കോപ്പർ വയർ, സോഫ്റ്റ് അയൺ നെയിൽ. ഇനി കൺസ്ട്രക്ഷൻ, നിർമ്മാണം നോക്കാം. എ ലാർജ് നമ്പർ ഓഫ് windings are made on the iron nail using insulated copper wire. Remove the insulation of both ends of the copper wire and connect them to the end of wire of connector. Now place the connector on the battery. You can see that the pins are connected by the nail when they are placed near it. The iron nail functions as a magnet when electricity is passed through the windings, but if the battery is disconnected, the nail could not attract pins. That means when there is no current through the windings, the nail could not act as magnet. This is called an electromagnet as it has magnetic force only when electricity is passed. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം എങ്ങനെ മക്കളെ? നീളമുള്ള പച്ചിരുമ്പ് ആണിയിൽ കവർ ചെയ്ത ചെമ്പുകമ്പി കൊണ്ട് അനേകം ചുറ്റുകൾ ഉണ്ടാക്കുക. ആ കവർ ചെയ്ത ചെമ്പുകമ്പിയുടെ അറ്റത്ത് കത്തി കൊണ്ട് ചുരണ്ടി ഇൻസുലേറ്റർ ഒഴിവാക്കിയ ശേഷം അറ്റങ്ങൾ കണക്ടറിൻ്റെ വയറുകളുടെ അഗ്രവുമായി യോജിപ്പിക്കുക. അതിനുശേഷം കണക്ടർ ബാറ്ററിയിൽ ശരിയായ രീതിയിൽ ഘടിപ്പിക്കുക. ബാറ്ററിയുമായി ഘടിപ്പിച്ച ശേഷം പച്ചിരുമ്പാണിക്ക് സമീപം മൊട്ടുസൂചികൾ കൊണ്ടുവന്നാൽ അവ ആകർഷിക്കപ്പെടുന്നു. അതായത് പച്ചിരുമ്പാണി ഒരു കാന്തമായി പ്രവർത്തിക്കുന്നു. ബാറ്ററിയുമായുള്ള കണക്ഷൻ ഒഴിവാക്കിയ ശേഷം മൊട്ടുസൂചികൾ അടുത്ത് കൊണ്ടുവന്നാൽ അവ ആകർഷിക്കപ്പെടുന്നില്ല. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ മാത്രം കാന്തശക്തി ലഭിക്കുന്ന താൽക്കാലിക കാന്തമാണ് വൈദ്യുത കാന്തം. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. The rib spine and skull are talking about the service they provide to the body. What would be each one say? എന്താ പറഞ്ഞിരിക്കുന്നത്? വാരിയെല്ല്, നട്ടെല്ല്, തലയോട് എന്നിവ തങ്ങൾ ശരീരത്തിന് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് മേനി പറയുകയാണ്. ഓരോരുത്തരും എന്തെല്ലാമാകും പറയുക? ആദ്യം റിംസ് നോക്കാം. വാരിയെല്ല്. We unfold and protect the heart, lungs and some major blood vessels. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് ഞങ്ങളാണ്. അടുത്തത് വെർട്ടബ്രൽ കോളം, നട്ടെല്ല്. I am the one who helped the body to stand straight and move. The spinal cord, which is an important part of the nervous system, passes through me. എന്താ പറഞ്ഞിരിക്കുന്നത്? ശരീരത്തെ നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്നത് ഞാനാണ്. എന്നിലൂടെയാണ് നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത്. അടുത്തത് സ്കൾ, തലയോട്.
Brain, which is the major organ of the human body, is protected inside me. I am also provide protection to sensory organs such as the eyes, ears, nose and tongue. മനുഷ്യ ശരീരത്തിലെ പ്രധാന അവയവമായ തലച്ചോറിനെയും കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങളെയും ഞാൻ സംരക്ഷിക്കുന്നു. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റത്തെ ബോഡി പാർട്ട്, നമ്പർ ഓഫ് ബോൺസ് എന്താ വരിക? ബോഡി പാർട്സ് സ്പൈൻ്റെ 33, സ്കള്ള് 22, റിബ്സ് 24, സ്റ്റേർണം 1. നെക്സ്റ്റ് ആക്ടിവിറ്റി 8, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ റിലേറ്റഡ് ടു ജോയിൻറ്റ്സ്. അസ്ഥിസന്ധികളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഫസ്റ്റ് ജോയിൻറ്റ്, അസ്ഥിസന്ധി. നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി, ശരീരഭാഗം. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകത. ഫസ്റ്റ് ജോയിൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി എന്താ മക്കളെ? നമ്മളെ കൈമുട്ടും കാൽമുട്ടും വരും അല്ലേ? എൽബോ ആൻഡ് നീ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലൈക്ക് ഹാൻഡ്സ് ദീസ് ക്യാൻ ബി മൂവ്ഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. അടുത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ശരീരഭാഗം ഏതാ വരുക? തോളും ഇടുപ്പും അല്ലേ? ഷോൾഡർ, ഹിപ്പ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താ വരിക? The joint with maximum freedom of movement, the rounded end of one bone rotates in the cavity of another bone. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അടുത്തത് ജോയിന്റ്, പിവറ്റ് ജോയിന്റ്. അതിൻ്റെ ശരീരഭാഗം ഏത് വരും മക്കളെ? നെക്കല്ലേ, കഴുത്ത്. എ ബോൺ ദാറ്റ് മൂവ്സ് ഫോർവേഡ്, ബാക്ക്വേർഡ് ആൻഡ് സൈഡ് ടു സൈഡ് ഇൻ അനദർ ബോൺ. ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഡിഫിക്കൽട്ടീസ് വി ഷുഡ് ഫേസ് ഇഫ് വി ഡോണ്ട് ഹാവ് ജോയിൻറ്റ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അസ്ഥിസന്ധികൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്കുണ്ടാകുമായിരുന്ന ഏതെങ്കിലും 2 പ്രയാസങ്ങൾ എഴുതുക. ഏതെല്ലാമാണ്? കാൺ മൂവ്, ചലിക്കാൻ കഴിയില്ല. കാൺ ഈറ്റ് ഫുഡ്, ആഹാരം കഴിക്കാൻ കഴിയില്ല. കാൺ റീഡ്, വായിക്കാൻ കഴിയില്ല. കാൻ ഡു വർക്ക്, ജോലി ചെയ്യാൻ കഴിയില്ല. കാൻ എൻഗേജ് ഇൻ ഗെയിംസ്, കളികളിൽ ഏർപ്പെടാൻ കഴിയില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി 9, വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്കെൽട്ടൻ ഫൗണ്ട് ഇൻ ദീസ് ആനിമൽസ്. ഈ ജീവികളിൽ കാണുന്ന അസ്ഥികൂടത്തിന് പറയുന്ന പേരെന്ത്? എന്തായിരിക്കും മക്കളെ? എക്സോ സ്കെൽട്ടൻ അല്ലേ? ബാഹ്യാസ്ഥികൂടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദീസ് സ്കെൽട്ടൻ ഹെൽപ്പ് ദീസ് ആനിമൽസ്. ഈ അസ്ഥികൂടങ്ങൾ ഈ ജീവികളെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു? എങ്ങനെയൊക്കെ ആയിരിക്കും? എക്സോസ്കെൽട്ടൻ ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ആൻഡ് ഗിവ് ഷേപ്പ് ടു ദ ബോഡി ആൻഡ് പ്രൊട്ടക്ട് ഫ്രം എനിമീസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും സഹായിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം 4 ആനിമൽസ് ദാറ്റ് ഹാവ് എൻഡോസ്കെൽട്ടൻ. ആന്തരികാസ്ഥികൂടമുള്ള 4 ജീവികളുടെ പേരെഴുതുക. ഏതെല്ലാണ്? മേൻ, കൗ, ഫ്രോഗ്, പേർഡ് അല്ലേ? മനുഷ്യൻ, പശു, തവള, പക്ഷി. അപ്പം ഇത്രയൊക്കെയാണ് ഓണം എക്സാമിൻ്റെ ബേസിക് സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാർ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.